ഹേയ് ഗൈസ്, ഇന്ന് ഞാൻ മായാവി കഥകളാണ് പറയാൻ പോകുന്നത്. ഒരു ദിവസം മായാവി കാട്ടിലെ കോട്ടയിൽ കിടന്നുറങ്ങുകയായിരുന്നു. കുർ പെട്ടെന്ന് ദീട്ടിം ദീട്ടിം ദീട്ടിം, അയ്യോ ഭൂമിക്കുലുക്കം. ഈ പെട്ടിയിൽ കുറേ സാധനങ്ങളുണ്ടല്ലോ. ഹായ്, നല്ല തുപ്പി. അതൊരു മാന്ത്രിക തൊപ്പിയായിരുന്നു. മായാവി അതറിഞ്ഞില്ല. ക്ലീം. ഹായ്, നല്ല സുഖം. നമ്മുടെ ലുട്ടാപ്പിയല്ലേ വരുന്നത്. ആ തൊപ്പി വെച്ചാൽ ശത്രുക്കൾ കൂട്ടുകാരായും കൂട്ടുകാർ ശത്രുക്കളായും തോന്നുമായിരുന്നു. അയ്യോ, എന്താ പേടിച്ചു പോയോ? എന്തിനാ പേടിച്ചത്? നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? ആണോ? എത്ര നാളായി കുട്ടൂസിനെ കണ്ടിട്ട്. ഞാനും അങ്ങോട്ടാ. അയ്യോ, മായാവിക്ക് വട്ടായി. അമ്മോ, ഇനി വടി കൊണ്ടടിച്ച് വീഴ്ത്താനാണോ പിന്നിൽ കയറിയത്? ലുട്ടാപ്പി സ്റ്റോപ്പ്. ദേ ഡാഗ്നി അമ്മൂമ്മ, പാവത്തിനെയും കൂടി കൊണ്ടുപോകാം. ഡാഗ്നി അമ്മൂമ്മ ഒത്തിരി ക്ഷീണിച്ചു പോയല്ലോ. ലുട്ടാപ്പി, ഏതാടാ ഇവൻ? ഞാൻ അമ്മൂമ്മയുടെ സ്വന്തം മായാവിയല്ലേ. വന്നാട്ടെ, കുന്തത്തിലോട്ട് കയറിയാട്ടെ. ഓഹോ, അത്ര സ്നേഹമുണ്ടെങ്കിൽ മായാവിക്കുട്ടൻ വടിയിങ് തന്നെ. അതിനെന്താ, ദാ പിടിച്ചോ. കേരളാ കുപ്പിയിൽ. ചതിച്ചു. ഇവൻ എന്ത് പറ്റിയടാ ലുട്ടാപ്പി? വട്ട്. ചാത്തന്മാർക്ക് വട്ട് പിടിച്ചാൽ കാണാൻ നല്ല ചേല. ഏതായാലും വാ, നമുക്ക് ഇവനെ കൊണ്ട് കാര്യമുണ്ട്. എന്തൊരു ചൂട്. ആ തൊപ്പിങ് തന്നെ. തൊപ്പി വെച്ചതും ആ പാവം മായാവിയല്ലേ നമ്മൾ കുപ്പിയിലാക്കിയത്. കഷ്ടം. വീട് തള്ളേ മായാവിയെ. അല്ല, ഇവനും വട്ടായോ? മര്യാദക്ക് നേരെ കുന്തം ഓടിക്കടാ ഉണ്ടക്കണ്ണ. ഓഹോ, അത്രക്കായ. എന്തമ്മേ. ഹാവു. ചേടാ, എനിക്കെന്ത് പറ്റി? പോയേക്കാം. ആ തൊപ്പി മഹാ കുഴപ്പക്കാരനാ, കൊണ്ടുപോകണം. അതോടെ പോയി. എത്ര നാളായി നമ്മൾ കണ്ടിട്ട്. ഹാവു, ഞാൻ അങ്ങോട്ട് വരില്ലേ. സാറിൻ്റെ ആണോ ഈ തോക്ക്? ഇവനിതെന്ത് പറ്റി? താങ്ക് യു.